പീറ്റർ പാർക്കറിന്റെ DNA മ്യൂട്ടേറ്റ് ചെയ്യുമ്പോൾ അവൻ സഹായത്തിനായിട്ട് ചെല്ലുന്നത് സാക്ഷാൽ ബ്രൂസ് ബാനറിന്റെ പക്കലേക്കാണ്. ഇവിടെ ബ്രൂസ് ബാനറിന്റെ വലത്തെ കൈയിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ അദ്ദേഹം ഒരു ഹൾക്ക് ഇൻഹിബിറ്റർ ഡിവൈസ് ധരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഷാങ്ചി ആൻഡ് ദ ലെജൻഡ് ഓഫ് ദി ടെൻ റിംഗ്സിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിലും ഷീ ഹൾക്ക് അറ്റേണി അറ്റ് ലോ എന്ന സീരീസിലും ഇതേ ഹൾക്ക് ഇൻഹിബിറ്റർ ഡിവൈസ് ബ്രൂസ് ബാനർ ധരിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഹൾക്കിനെ തിരികെ ഹ്യൂമൻ ഫോമിലേക്ക് മാറ്റാൻ സഹായിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഹൾക്ക് ഇൻഹിബിറ്റർ ഡിവൈസ്. എന്നാൽ ഷീ ഹൾക്ക് അറ്റേണി അറ്റ് ലോ എന്ന സീരീസിൽ ഒരു കാർ ആക്സിഡന്റിൽ ഹൾക്ക് ഇൻഹിബിറ്റർ ഡിവൈസ് നശിക്കപ്പെടുകയും ബ്രൂസ് ബാനർ സ്മാർട്ട് ഹൾക്ക് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ബ്രൂസ് ബാനറും ഹൾക്കും രണ്ട് വ്യക്തിത്വങ്ങളാണ്. പീറ്റർ പാർക്കറിന്റെ ഐഡന്റിറ്റി ലോകം മറക്കാൻ ഡോക്ടർ സ്ട്രേഞ്ച് സ്പെല്ല് കാസ്റ്റ് ചെയ്ത സമയത്ത് ബ്രൂസ് ബാനർ ഹൾക്കായിട്ട് മാറിയിട്ടില്ലായിരുന്നു. പീറ്റർ പാർക്കർ അഥവാ സ്പൈഡർമാനെ ബ്രൂസ് ബാനർ മറന്നാലും ഹൾക്ക് മറക്കുമെന്ന് തോന്നുന്നില്ല. സ്പൈഡർമാൻ നോവേ ഹോമിന്റെ അവസാനത്തോടെ ഡോക്ടർ സ്ട്രേഞ്ച് സ്പെല്ല് കാസ്റ്റ് ചെയ്യുമ്പോൾ ലോകത്തിലുള്ള എല്ലാവരും മറന്നു പോകുന്നത് പീറ്റർ പാർക്കറിനെയാണ്, അല്ലാതെ സ്പൈഡർമാനെ അല്ല. സോ സ്പൈഡർമാനുമൊത്തുള്ള നിമിഷങ്ങൾ ചെലവഴിച്ചതൊക്കെ MJ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. MJയെ സുരക്ഷിതയാക്കാൻ വേണ്ടി സ്പൈഡർമാൻ അവളെ നേരെ കൊണ്ടുപോകുന്നത് ഫ്രാങ്ക് കാസിൽ അഥവാ ദ പണിഷറിന്റെ പക്കലേക്കാണ്. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ സ്പൈഡർമാനും ദ പണിഷറും തമ്മിലുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ബോണ്ടിങ് നമുക്ക് കാണുവാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നമുക്കറിയാം ഒരു ആന്റി ഹീറോ ടൈപ്പാണ് പണിഷർ. തെറ്റ് ചെയ്യുന്നവരെ പണിഷർ മുഖം നോക്കാതെ കൊന്നുകളയും. എന്നാൽ സ്പൈഡർമാൻ നേരെ ഓപ്പോസിറ്റ് ആണ്. സ്പൈഡർമാൻ ഒരു ഹീറോ ആണ്. സ്പൈഡർമാൻ ആരെയും കൊല്ലാറില്ല. ഒരുപക്ഷെ സ്പൈഡർമാനും ദ പണിഷറും ടീം അപ്പ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യം പറഞ്ഞ് അവർ തമ്മിൽ ഒരു തർക്കമുണ്ടാകുന്നതൊക്കെയായിട്ട് കാണിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ട്രെയിലറിൽ പീറ്റർ പാർക്കറിന്റെ കയ്യിൽ ഒരു കത്ത് കാണുവാൻ സാധിക്കും. ആക്ച്വലി ഈ കത്ത് സ്പൈഡർമാൻ നോവേ ഹോമിൽ പീറ്റർ പാർക്കർ തന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും MJയോട് പറയാൻ വേണ്ടി എഴുതിയ കത്താണ്. ഓൾറെഡി പീറ്റർ പാർക്കറിനെ ലോകത്തുള്ള എല്ലാവരും മറന്നിരിക്കുകയാണ്. പീറ്റർ പാർക്കർ ആരാണെന്നോ അവൻ എവിടെ നിന്നാണോ വന്നതെന്ന് പോലും ആർക്കും അറിയത്തില്ല. ഈവൻ നെഡിനോ MJയ്ക്കോ പോലും പീറ്റർ പാർക്കർ ആരാണെന്ന് അറിയത്തില്ല. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് പീറ്റർ പാർക്കർ ഡോക്ടർ സ്ട്രേഞ്ചിനെ കൊണ്ട് ലോകത്തിലുള്ള എല്ലാവരും തന്നെ മറക്കാനായിട്ട് സ്പെല്ല് കാസ്റ്റ് ചെയ്യിപ്പിച്ചത്. അങ്ങനെയുള്ളപ്പോൾ തന്നെ പറ്റിയുള്ള എല്ലാം MJയോട് വീണ്ടും തുറന്നു പറഞ്ഞാൽ പീറ്റർ പാർക്കർ അനുഭവിച്ച സ്ട്രഗിളും സാക്രിഫൈസും ഒക്കെ വെറുതെ ആയി പോകും. സോ ആ കാര്യമൊക്കെ ചിന്തിച്ചിട്ടാണ് പീറ്റർ പാർക്കർ താൻ എഴുതിയ കത്ത് MJയ്ക്ക് കൊടുക്കാതെ തിരിച്ചു വെച്ചത്. അറിയാലോ, സ്പൈഡർമാൻ നോവേ ഹോമിന് 4 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കഥയാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. ഈ 4 വർഷങ്ങൾ കടന്നു പോയിട്ടും പീറ്റർ പാർക്കർ എന്തുകൊണ്ടാണ് താൻ അന്ന് എഴുതിയ കത്ത് നശിപ്പിച്ച് കളയാതെ ഇപ്പോഴും കൊണ്ട് നടക്കുന്നു എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. സ്പൈഡർമാൻ ടാരന്റുല എന്ന വില്ലനെ നേരിടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരു സീന് മാർവൽ സ്റ്റുഡിയോസ് വെറുതെ അങ്ങ് കാണിച്ചതല്ല. 1974 പുറത്തിറങ്ങിയ ദി അമേസിംഗ് സ്പൈഡർമാൻ എന്ന കോമിക്കിന്റെ 134ാമത്തെ ഇഷ്യൂവിന്റെ കവർ പേജിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് കാണിച്ചിട്ടുള്ളത്. മാത്രമല്ല ദി അമേസിംഗ് സ്പൈഡർമാൻ എന്ന കോമിക്കിന്റെ 134ാമത്തെ ഇഷ്യൂവിലാണ് സ്പൈഡർമാന്റെ വില്ലനായ ടാരന്റുല ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. അതേപോലെ തന്നെ മറ്റൊരു ഷോട്ടിൽ ഒരാളെ രക്ഷപ്പെടുത്തി ന്യൂയോർക്കിലൂടെ വെബ്സിംഗ് ചെയ്തു പോകുന്ന സ്പൈഡർമാനെ നമുക്ക് കാണുവാൻ സാധിക്കും. യഥാർത്ഥത്തിൽ 1962 പുറത്തിറങ്ങിയ അമേസിംഗ് ഫാന്റസി എന്ന കോമിക്കിന്റെ 15ാമത്തെ ഇഷ്യൂവിന്റെ കവർ പേജിനെ റീക്രിയേറ്റ് ചെയ്തതാണ് ഈ ഒരു ഷോട്ട്. മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ 1962 പുറത്തിറങ്ങിയ അമേസിംഗ് ഫാന്റസി എന്ന കോമിക്കിന്റെ 15ാമത്തെ ഇഷ്യൂവിലാണ് സ്പൈഡർമാൻ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. ബൂമറാങ് എന്ന വില്ലനോട് പോരാടുമ്പോൾ വെബ്സിംഗ് ചെയ്യുന്ന സ്പൈഡർമാന്റെ ഒരു ഷോട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. 1963 പുറത്തിറങ്ങിയ ദി അമേസിംഗ് സ്പൈഡർമാൻ എന്ന കോമിക്കിന്റെ 345ാമത്തെ ഇഷ്യൂവിന്റെ കവർ പേജിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് കാണിച്ചിട്ടുള്ളത്. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിലെ പ്രധാന വില്ലൻ ജാക്കാൽ ആണെന്ന് പറയുന്നുണ്ട്. ജാക്കാൽ ആണ് സ്പൈഡർമാന്റെ പ്രധാന വില്ലൻ എന്ന് തെളിയിക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. 1974 പുറത്തിറങ്ങിയ ദി അമേസിംഗ് സ്പൈഡർമാൻ എന്ന കോമിക്കിന്റെ 129ാമത്തെ ഇഷ്യൂവിന്റെ കവർ പേജിനെ തന്നെ ഉദാഹരണമായിട്ട് നമുക്കെടുക്കാം. സ്പൈഡർമാനെ ഇല്ലാതാക്കാൻ ദ പണിഷർ എന്നറിയപ്പെടുന്ന വിജിലാൻഡി അവതരിക്കുന്നു. സ്പൈഡർമാനെ ഇല്ലാതാക്കാൻ ദ പണിഷറിനെ ഹയർ ചെയ്യുന്നതോ സാക്ഷാൽ ജാക്കല്. നമുക്കറിയാം സ്പൈഡർമാനോട് ഏറ്റുമുട്ടാൻ ശ്രമിക്കുന്ന ദ പണിഷറിന് എന്താകാം സംഭവിക്കാൻ പോകുന്നതെന്ന്. അതെ, സ്പൈഡർമാൻ അദ്ദേഹത്തെ തോൽപ്പിച്ച് സത്യങ്ങളെല്ലാം ദ പണിഷറിനോട് വെളിപ്പെടുത്തുകയാണ്. താൻ നല്ലവനാണെന്നും ജാക്കലാണ് യഥാർത്ഥ വില്ലനെന്നും ജാക്കല് തന്റെ വൃത്തികെട്ട പ്ലാനുകൾ നടപ്പാക്കാൻ വേണ്ടി ദ പണിഷറിനെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണെന്നുമൊക്കെ. അങ്ങനെ ജാക്കലിനോട് റിവെഞ്ച് എടുക്കാൻ തയ്യാറാകുന്ന ദ പണിഷറിനെയൊക്കെയാണ് ദി അമേസിംഗ് സ്പൈഡർമാൻ കോമിക്കിൽ നമ്മൾ കാണുന്നത്.
സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ ഇതുപോലെ തന്നെ കാണിക്കണമെന്നൊന്നുമില്ല, എങ്കിലും ഇതുപോലെയൊക്കെ സംഭവിച്ചേക്കാം. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ഏറ്റവും പുതിയ ട്രെയിലറിൽ വില്യം മെഡ്സറും ഡിഒഡിസിയും വേട്ടയാടുന്നത് സൈഡി സിങ്ക് വേഷമിടാൻ പോകുന്ന ജീൻ ഗ്രേ എന്ന മ്യൂട്ടന്റിനെയാകാം. ഡിഒഡിസി തടവിലാക്കിയ ജീൻ ഗ്രേ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടിട്ടുണ്ടാകാം. മ്യൂട്ടൻസിനെ വെറുക്കുന്ന വില്യം മെഡ്സർ ജീൻ ഗ്രേയെ ഒരു വില്ലനായിട്ട് ചിത്രീകരിച്ച് അവളെ വീണ്ടും പിടികൂടാനായിട്ട് സ്പൈഡർമാനെ മാനിപ്പുലേറ്റ് ചെയ്ത് അവൾക്കെതിരെ അയക്കാൻ ശ്രമിക്കുന്നതാകാം. ഒരു ഒമേഗ ലെവൽ മ്യൂട്ടന്റായ ജീൻ ഗ്രേക്ക് വളരെ ശക്തമായ ടെലിപാത്തിക് ടെലികൈനറ്റിക് പവേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. മാത്രമല്ല തന്റെ പവേഴ്സ് ആയിട്ടുള്ള സൈക്കിക് എബിലിറ്റീസിന്റെ സഹായത്തോടെ ട്രെയിലറിൽ ഉടനീളം പലരെയും ജീൻ ഗ്രേ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ജീൻ ഗ്രേ അല്ലായിരിക്കാം എല്ലാവരെയും മൈൻഡ് കൺട്രോൾ ചെയ്യുന്നത്, അത് ജാക്കൽ ആയിരിക്കാം. അല്ലെങ്കിൽ ജാക്കൽ കാരണം മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ട ജീൻ ഗ്രേ ആയിരിക്കാം ഇവിടെ എല്ലാവരെയും മൈൻഡ് കൺട്രോൾ ചെയ്യുന്നത്. ജീൻ ഗ്രേയുടെ മൈൻഡ് കൺട്രോളിന് ഇമ്മ്യൂൺ ആയിട്ടുള്ളത് സ്പൈഡർമാൻ മാത്രമല്ല, മറ്റൊരാൾ കൂടെ ജീൻ ഗ്രേയുടെ സൈക്കിക് മൈൻഡ് കൺട്രോൾ പവേഴ്സിന് ഇമ്മ്യൂൺ ആണ്. അത് മറ്റാരുമല്ല, അത് ഫ്രാങ്ക് കാസിൽ അഥവാ ദ പണിഷർ ആണ്. ദ പണിഷറിനെ മാനിപ്പുലേറ്റ് ചെയ്യാനോ മൈൻഡ് കൺട്രോൾ ചെയ്യാനോ ഒക്കെ അസാധ്യമായ കാര്യമാണെന്നാണ് പറയപ്പെടുന്നത്. സാധാരണ മനുഷ്യരെക്കാൾ വളരെയധികം ശക്തമായ മെന്റൽ ഡിഫൻസ് ആണ് പണിഷറിനുള്ളത്. വർഷങ്ങളോളം അദ്ദേഹം അനുഭവിച്ച ട്രോമയും മിലിറ്ററി ട്രെയിനിങ്ങുകളും മാത്രമല്ല കൃത്യതയോടുള്ള അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങളും ദ പണിഷറിനെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്നത് പ്രയാസകരമാക്കുന്നു. എന്തിനേറെ പറയണം, മാർവൽ കോമിക്സിൽ ഗോസ്റ്റ് റൈഡറിന്റെ പെനൻസ് സ്റ്റെയറിനെ റെസിസ്റ്റ് ചെയ്ത് സർവൈവ് ചെയ്തവനാണ് ദ പണിഷർ. ഹാൻഡ് എന്ന ഓർഗനൈസേഷനിലെ നീഞ്ചാസും സ്പൈഡർമാനും തമ്മിൽ ഏറ്റുമുട്ടുന്ന രണ്ട് ഫൈറ്റ് സീനുകൾ ട്രെയിലറിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമതായിട്ട് സ്പൈഡർമാൻ ദ ഹാൻഡ് എന്ന നീഞ്ച ഓർഗനൈസേഷനിലെ നീഞ്ചാസിനോട് പോരാടുന്നത് ഏതോ പ്രിസൺ പോലെ തോന്നിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. രണ്ടാമതായിട്ട് സ്പൈഡർമാൻ നീഞ്ചാസിനോട് പോരാടുന്നത് ന്യൂയോർക്കിൽ എവിടെയോ മിഡ് എയറിൽ വെച്ചിട്ടാണ്. ഇതേപോലെ ഒരു ഷോട്ട് സ്പൈഡർമാൻ നോവേ ഹോമിന്റെ ട്രെയിലറിൽ നമ്മൾ കണ്ടതാണ്. അതായത് മൾട്ടിവേഴ്സിലൂടെ എത്തിയ വില്ലന്മാരും സ്പൈഡർമാനും മിഡ് എയറിൽ വെച്ച് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. മൂവിയിൽ ഈ സീനിൽ 3 സ്പൈഡർമാൻ ഉണ്ടായിരുന്നെങ്കിലും ട്രെയിലറിൽ ഒരൊറ്റ സ്പൈഡർമാനെ മാത്രമേ മാർവൽ സ്റ്റുഡിയോസ് കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഇവിടെ ഈ സീനിലും അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ഈ സീൻ മൂവിയിൽ കാണിക്കുമ്പോൾ ഹാൻഡ് എന്ന ഓർഗനൈസേഷന്റെ നീഞ്ചാസിനെ നേരിടാൻ സ്പൈഡർമാനോടൊപ്പം ഫ്രാങ്ക് കാസിൽ അഥവാ ദ പണിഷറും മാറ്റ് മുർഡോക് അഥവാ ഡെയർഡെവിളും കാണുമായിരിക്കാം. ഒരുപക്ഷെ ആ സ്ഥാനത്ത് ഹൾക്കും ഉണ്ടായിരിക്കാം, പറയാൻ പറ്റില്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നീഞ്ചാസ് സ്പൈഡർമാനെ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നതെന്നും നീഞ്ചാസ് മറ്റാരെയോ കൂടെയാണ് ആക്രമിക്കാൻ ശ്രമിക്കുന്നതെന്നുമാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. സ്കോർപിയൻ എങ്ങനെയാകാം ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്കോർപിയൻ സ്യൂട്ട് നിർമ്മിച്ചത്? ആ സ്യൂട്ട് മാഗാർഗൻ തന്നെ നിർമ്മിച്ചതായിരിക്കുമോ, അതോ മറ്റാരെങ്കിലും സ്പൈഡർമാനെ വകവരുത്താൻ മാഗാർഗന് സമ്മാനിച്ചതായിരിക്കുമോ? നമുക്കറിയാം സ്പൈഡർമാൻ ഹോം കമ്മിങ്ങില് ഏഡ്രിയൻ ടൂംസ് അഥവാ വൾച്ചർ തന്റെ സ്യൂട്ട് നിർമ്മിച്ചത് ഏലിയൻ ടെക്നോളജി ഉപയോഗിച്ചാണെന്ന്. അതായത് ദി അവഞ്ചേഴ്സ് എന്ന മൂവിയിൽ അവഞ്ചേഴ്സും ചിറ്റോരി ഏലിയൻസ് തമ്മിൽ നടന്ന ന്യൂയോർക്കിലെ ബാറ്റിലിന്റെ അവസാനം ന്യൂയോർക്ക് സിറ്റിയിൽ അവശേഷിച്ച ചിറ്റോരി ഏലിയൻസിന്റെ അവശിഷ്ടങ്ങളൊക്കെ ശേഖരിച്ചാണ് ഏഡ്രിയൻ ടൂംസ് തനിക്കായിട്ട് വൾച്ചറിന്റെ സ്യൂട്ടൊക്കെ നിർമ്മിച്ചത്. എനിക്ക് തോന്നുന്നു അതേപോലെ തന്നെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ നടന്ന അവഞ്ചേഴ്സും താനോസ് തമ്മിലുള്ള ബാറ്റിലിന്റെ അവസാനം അവിടെ അവശേഷിച്ച ചിറ്റോരി ഏലിയൻസിന്റെ അവശിഷ്ടങ്ങളൊക്കെ ശേഖരിച്ചാകാം മാക് ഗാർഗനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ സ്കോർപിയന്റെ ഈ ഹൈടെക് സ്യൂട്ട് നിർമ്മിച്ചിട്ടുണ്ടാവുക. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ സാവേജ് ഹൾക്ക് റിട്ടേൺ ചെയ്യാൻ പോവുകയാണ്. നമുക്കറിയാം ബ്രൂസ് ബാനറും ഹൾക്കും രണ്ട് വ്യക്തിത്വങ്ങളാണ്. എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ബ്രൂസ് ബാനർ മനസ്സിലാക്കുന്ന പോലത്തെ കോംപ്ലക്സ് ആയിട്ടുള്ള സയന്റിഫിക് ഫോർമുലാസ് ഒന്നും ഹൾക്കിന് മനസ്സിലാകണമെന്നില്ല. അതേപോലെ തന്നെ ഹൾക്കിനെ പോലെ ബ്രൂസ് ബാനറിന് ശത്രുക്കളോട് പോരാടാനും സാധിക്കില്ല. പീറ്റർ പാർക്കറിന്റെ ഐഡന്റിറ്റി ലോകം മറക്കാനായിട്ട് ഡോക്ടർ സ്ട്രേഞ്ച് സ്പെല്ല് കാസ്റ്റ് ചെയ്ത സമയത്ത് ബ്രൂസ് ബാനർ ഹൾക്കായിട്ട് മാറിയിട്ടില്ലായിരുന്നു. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ഏറ്റവും പുതിയ ട്രെയിലറിൽ ബ്രൂസ് ബാനർ പീറ്റർ പാർക്കറിനോട് ഇങ്ങനെ പറയുന്നുണ്ട്. ഈ ഒരു ഡയലോഗിൽ നിന്ന് തന്നെ പീറ്റർ പാർക്കർ ആരാണെന്ന് പോലും ബ്രൂസ് ബാനറിന് അറിയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഡോക്ടർ സ്ട്രേഞ്ച് സ്പെല്ല് കാസ്റ്റ് ചെയ്ത സമയത്ത് ബ്രൂസ് ബാനർ ഹൾക്കായിട്ട് ട്രാൻസ്ഫോം ചെയ്യാത്തത് കൊണ്ടാകാം ബ്രൂസ് ബാനർ പീറ്റർ പാർക്കറിനെ മറന്നു പോയത്. ഒരുപക്ഷെ ഡോക്ടർ സ്ട്രേഞ്ച് സ്പെല്ല് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബ്രൂസ് ബാനർ ഹൾക്കായിട്ട് ട്രാൻസ്ഫോം ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ബ്രൂസ് ബാനർ പീറ്റർ പാർക്കറിനെ റിമെമ്പർ ചെയ്തേനെ. ബ്രൂസ് ബാനറും ഹൾക്കും രണ്ട് വ്യക്തിത്വങ്ങൾ ആയതുകൊണ്ട് തന്നെ അവരുടെ രണ്ടുപേരുടെയും മെമ്മറീസ് ഡിഫറന്റ് ആയിരിക്കും. മാർവൽ കോമിക്സിൽ ഇതേപോലെ ഒരു സന്ദർഭത്തിൽ പീറ്റർ പാർക്കർ ആണ് സ്പൈഡർമാൻ എന്ന് റിമെമ്പർ ചെയ്തത് ഹൾക്ക് മാത്രമാണ്. അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന്റെ അവസാനത്തോടെ ഇൻഫിനിറ്റി സ്റ്റോൺസ് എല്ലാം തിരികെ പാസ്റ്റിലേക്ക് കൊണ്ടുവെക്കാൻ പോകുന്ന സ്റ്റീവ് റോജേഴ്സ് അഥവാ ക്യാപ്റ്റൻ അമേരിക്ക പെഗ്ഗി കാർട്ടറിനോടൊപ്പം തന്റെ നഷ്ടപ്പെട്ടു പോയ ജീവിതം ജീവിച്ചു തീർക്കുന്നുണ്ടല്ലോ. സ്പൈഡർമാൻ നോവേ ഹോമിൽ ഡോക്ടർ സ്ട്രേഞ്ച് സ്പെല്ല് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റീവ് റോജേഴ്സ് പാസ്റ്റിലായിരുന്നു.
അതെ, അദ്ദേഹം മറ്റൊരു റിയാലിറ്റിയിൽ മറ്റൊരു ടൈം ലൈനിലായിരുന്നു. ആ കാരണം കൊണ്ട് തന്നെ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ സ്പെല്ല് സ്റ്റീവ് റോജേഴ്സിനെ അഫക്റ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഒരുപക്ഷെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ സ്റ്റീവ് റോജേഴ്സ് അഥവാ ക്യാപ്റ്റൻ അമേരിക്കയും പീറ്റർ പാർക്കർ അഥവാ സ്പൈഡർമാനും കണ്ടുമുട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വാണ്ട മാക്സിമോഫ് അഥവാ സ്കാർലറ്റ് വിച്ച് പീറ്റർ പാർക്കർ അഥവാ സ്പൈഡർമാനെ നേരിട്ട് കണ്ടിട്ടുള്ളത് ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാർ, അവഞ്ചേഴ്സ് എൻഡ് ഗെയിം എന്നീ മൂവീസിലാണ്. എന്നാൽ സ്പൈഡർമാനെ അൺമാസ്ക് ചെയ്ത് കണ്ടത്, അല്ലെങ്കിൽ പീറ്റർ പാർക്കർ ആണ് സ്പൈഡർമാൻ എന്ന് വാണ്ട മാക്സിമോഫ് മനസ്സിലാക്കിയത് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിലെ ഫൈനൽ ബാറ്റിലാണ്. പിന്നീട് ടോണി സ്റ്റാർക്കിന്റെ ഫ്യൂണറലിനും അവർ ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നു. സ്പൈഡർമാൻ നോവേ ഹോമിന് മുന്നെയാണ് വാണ്ടാവിഷൻ എന്ന സീരീസിലെ ഈവന്റ്സ് ഒക്കെ നടക്കുന്നത്. അതായത് ഡോക്ടർ സ്ട്രേഞ്ച് പീറ്റർ പാർക്കറിന്റെ ഐഡന്റിറ്റി ലോകം മറക്കാനായിട്ട് സ്പെല്ല് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ വാണ്ട മാക്സിമോഫ് അഥവാ സ്കാർലറ്റ് വിച്ച് അവൾ ക്രിയേറ്റ് ചെയ്ത ഹെക്സിനുള്ളിലായിരിക്കണം, അല്ലെങ്കിൽ ഡോക്ടർ സ്ട്രേഞ്ച് ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൽ നമ്മൾ കണ്ട പോലെ വാണ്ട മാക്സിമോഫ് എല്ലാവരിൽ നിന്നകന്ന് ഒരു വിദൂര വനപ്രദേശത്ത് താൻ ക്രിയേറ്റ് ചെയ്ത ഇല്യൂഷനിൽ ജീവിതം നയിക്കുകയായിരുന്നായിരിക്കാം. അതും വാണ്ട മാക്സിമോഫ് ആ ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്തതോ അവളുടെ കെയോസ് മാജിക്കിന്റെയും ഡാർഹോൾഡിന്റെ പവേഴ്സിന്റെ സഹായത്തോടെ. വാണ്ട മാക്സിമോഫ് അഗാത്ത ഹാർക്നെസിനേക്കാൾ പവർഫുൾ ആണെന്ന് നമുക്കറിയാം. എന്നാൽ ഒരു സന്ദർഭത്തിൽ വാണ്ട മാക്സിമോഫിന് അഗാത്ത ഹാർക്നെസിന്റെ നേരെ തന്റെ കെയോസ് മാജിക് പ്രയോഗിക്കാൻ പോലും സാധിച്ചില്ല. ആ സമയത്ത് അഗാത്ത ഹാർക്നെസ് വാണ്ട മാക്സിമോഫിനോട് ഇങ്ങനെ പറയുന്നുണ്ട്: Your magic's no good here. Only the witch that casts the runes can use her magic. അതായത് റൂൺസ് മാജിക് പ്രയോഗിച്ച് ഒരു വിച്ചിന് മറ്റൊരു വിച്ചിനെ ഓവർ പവർ ചെയ്യാൻ സാധിക്കുമെന്നും റൂൺസ് മാജിക് പ്രയോഗിച്ച വിച്ചിന് മാത്രമേ ആ റൂൺസ് മാജിക്കിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് മാജിക്കൽ പ്രയോഗിക്കാൻ സാധിക്കത്തുള്ളൂ എന്നുമൊക്കെയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. റൂൺസ് മാജിക് ക്രിയേറ്റ് ചെയ്ത വ്യക്തിക്ക് അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാജിക്കൽ പ്രയോഗിക്കാൻ സാധിക്കും. എന്നാൽ ആ റൂൺസ് മാജിക്കിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന എതിരാളിക്ക് മറ്റു മാജിക്കൽ പ്രയോഗിക്കാൻ സാധിക്കില്ല. അതേപോലെ തന്നെ റൂൺസ് മാജിക്കിന്റെ ഉള്ളിൽ നിൽക്കുന്ന റൂൺസ് മാജിക് ക്രിയേറ്റ് ചെയ്ത വ്യക്തിയെ പുറത്തു നിന്നെത്തുന്ന സ്പെല്ലുകൾക്കോ മാജിക്കുകൾക്കോ ഒന്നും തൊടാൻ പോലും സാധിക്കില്ല എന്നർത്ഥം. ഡാർഹോൾഡിനെ പൊസസ് ചെയ്ത വാണ്ട മാക്സിമോഫ് അഥവാ സ്കാർലറ്റ് വിച്ചിന് റൂൺസ് മാജിക് എങ്ങനെ പ്രയോഗിക്കണമെന്ന് നന്നായിട്ട് അറിയാം. വാണ്ടാവിഷൻ എന്ന സീരീസിന്റെ അവസാനത്തോടെ എല്ലാവരിൽ നിന്നകന്ന് ഐസൊലേറ്റ് ചെയ്ത് താമസിക്കുന്ന വാണ്ട റൂൺസ് മാജിക്കിന്റെ സഹായത്തോടു കൂടെയാകാം ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് ആ റെഡ് ഫോറസ്റ്റിൽ താമസിച്ചത്. അവിടേക്കെത്തിയ ഡോക്ടർ സ്ട്രേഞ്ചിന് പോലും വാണ്ടയുടെ ഇല്യൂഷനെ മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നതാണ് സത്യം. സോ ആ കാരണം കൊണ്ട് തന്നെ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ സ്പെല്ല് സ്കാർലറ്റ് വിച്ചിനെ അഫക്റ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം തന്റെ മക്കളെ തിരികെ കൊണ്ടുവരാനുള്ള പദ്ധതികൾ നടപ്പാക്കുന്നതിൽ നിന്ന് തന്നെ ആരും ഇന്റർഫിയർ ചെയ്യാതിരിക്കാനോ അതിന് തടസ്സമായിട്ട് വരാതിരിക്കാനോ വാണ്ട എല്ലാ പോസിബിൾ ആയിട്ടുള്ള വഴികളും സ്വീകരിച്ചിട്ടുണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പീറ്റർ പാർക്കർ ആണ് സ്പൈഡർമാൻ എന്ന് ഇപ്പോഴും അറിയാവുന്ന നിസ്സംശയം നമുക്ക് പറയുവാൻ സാധിക്കുന്ന ഒരു ക്യാരക്ടറാണ് ലോക്കി. ഗോഡ് ഓഫ് സ്റ്റോറീസ്, ഗോഡ് ഓഫ് ദ മൾട്ടിവേഴ്സ് എന്നൊക്കെ ലോക്കിയെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. എൻറ്റയർ മൾട്ടിവേഴ്സിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നത് സാക്ഷാൽ ലോക്കിയാണ്. ലോക്കിയുടെ ത്രോൺ സിറ്റുവേറ്റ് ചെയ്യുന്നത് എൻഡ് ഓഫ് ടൈമിലാണ്. സോ ആ കാരണം കൊണ്ട് തന്നെ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ സ്പെല്ല് ലോക്കിയെ അഫക്ട് ചെയ്യാൻ യാതൊരു സാധ്യതയും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. 2011 പുറത്തിറങ്ങിയ അൾട്ടിമേറ്റ് അവഞ്ചേഴ്സ് എന്ന കോമിക്കിന്റെ 4ാമത്തെ ഇഷ്യൂവിൽ രക്തം വാർന്ന് ക്യാപ്റ്റൻ അമേരിക്കയുടെ കയ്യിൽ കിടക്കുന്ന സ്പൈഡർമാനെ പറ്റി ഒന്ന് നോക്കാം. ഈ ഒരു കോമിക്കിൽ സ്പൈഡർമാന്റെ മരണത്തിന് ദ പണിഷർ ആണ് കാരണമാകുന്നത്. സൂപ്പർ ഹ്യൂമൻ വാർ എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കാൻ വേണ്ടി ക്യാപ്റ്റൻ അമേരിക്കയെ അസാസിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ദ പണിഷറിൽ നിന്ന് ക്യാപ്റ്റൻ അമേരിക്കയെ സേവ് ചെയ്യാൻ വേണ്ടി ദ പണിഷറിന്റെ സ്നൈപ്പറിൽ നിന്ന് അതിവേഗത്തിൽ പാഞ്ഞെത്തിയ ബുള്ളറ്റിനെ സ്വയം ഏറ്റുവാങ്ങിയാണ് സ്പൈഡർമാൻ മരണപ്പെടുന്നത്. ഒരുപക്ഷെ മൂവിയിൽ ഇതേപോലെ ഒരു സീൻ കാണുമെന്ന് തന്നെയാണ് റൂമേഴ്സ് പ്രകാരം നമുക്കറിയുവാൻ സാധിക്കുന്നത്. കോമിക്കിൽ ക്യാപ്റ്റൻ അമേരിക്കയെ സേവ് ചെയ്യാനാണ് സ്പൈഡർമാൻ തന്റെ ലൈഫ് സ്വയം സാക്രിഫൈസ് ചെയ്യുന്നതെങ്കിൽ മൂവിയിലേക്ക് വരുമ്പോൾ ഒന്നെങ്കിൽ സേഡി സിംഗിന്റെ ജീൻ ഗ്രേ എന്ന ക്യാരക്ടറിനെ സേവ് ചെയ്യാനോ അല്ലെങ്കിൽ ദ പണിഷറിനെ തന്നെ സേവ് ചെയ്യാനോ ആകാം സ്പൈഡർമാൻ തന്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ ഞാൻ ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കോമിക്കിൽ ക്യാപ്റ്റൻ അമേരിക്കയുടെ കയ്യിൽ രക്തം വാർന്നു കിടക്കുന്ന സ്പൈഡർമാനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. ഇതേപോലെ തന്നെ 2006 പുറത്തിറങ്ങിയ സിവിൽ വാർ എന്ന കോമിക്കിൽ വില്ലന്മാരായ ജാക്കോ ലാൻഡേന്റെയും ജസ്റ്ററിന്റെയും ബ്രൂട്ടൽ ആയിട്ടുള്ള ആക്രമണത്തിൽ വളരെയധികം പരിക്ക് പറ്റിയ സ്പൈഡർമാനെ അവന്മാരുടെ പക്കൽ നിന്ന് രക്ഷപ്പെടുത്തി ക്യാപ്റ്റൻ അമേരിക്കയുടെ സീക്രട്ട് ബേസിലേക്ക് എത്തിക്കുന്നത് ദ പണിഷർ ആണ്. അൾട്ടിമേറ്റ് കോമിക്കിൽ രക്തം വാർന്ന സ്പൈഡർമാനെ ക്യാപ്റ്റൻ അമേരിക്ക എങ്ങനെയാണോ തന്റെ കൈകളിൽ താങ്ങി പിടിച്ചിട്ടുള്ളത് അതേപോലെ തന്നെയാണ് സിവിൽ വാർ കോമിക്കിൽ വളരെയധികം പരിക്ക് പറ്റിയ സ്പൈഡർമാനെ ദ പണിഷറും താങ്ങി പിടിച്ചിട്ടുള്ളത്. ദ പണിഷർ സ്പൈഡർമാനെ താങ്ങി പിടിച്ചിട്ടുള്ള ഈ കോമിക്കിലെ ഈ സീനിനെ സൂചിപ്പിക്കുന്ന അതേ സീൻ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിലും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ?
എങ്കിൽ വിശ്വസിക്കണം. ആദ്യമൊക്കെ അത് AI വെച്ചുണ്ടാക്കിയ ഫോട്ടോ ആകാമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ അതങ്ങനെയല്ല. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ സ്പൈഡർമാന് നല്ല ഇഞ്ചുറി സംഭവിക്കുകയും ഫ്രാങ്ക് കാസിൽ അഥവാ ദ പണിഷർ സ്പൈഡർമാനെ ഒരു ഹോസ്പിറ്റലിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നതുമായിട്ടുള്ള ഒരു ലീക്കായ ഫോട്ടോ ഇന്റർനെറ്റിലൊക്കെ ഇപ്പോൾ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കോമിക്സിലെ പോലെ എന്തെങ്കിലും ഒരു കാര്യം മൂവിയിൽ നടക്കാതിരിക്കത്തില്ല. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ അവസാനത്തോടെ പീറ്റർ പാർക്കർ അഥവാ സ്പൈഡർമാൻ മരണപ്പെടുമെന്ന് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. സ്പൈഡർമാൻ മരിക്കുമെന്നുള്ളതൊക്കെ ശരിയാണ്. എന്നാൽ സ്പൈഡർമാന്റെ ഡെത്ത് അത് പെർമനന്റ് അല്ല. സ്പൈഡർമാൻ മരണപ്പെട്ടാൽ മൂവിയുടെ അവസാനത്തോടെ എന്താണ് സംഭവിക്കുക എന്ന് ഒട്ടുമിക്ക എല്ലാ മാർവൽ ഫാൻസിനും അറിയാവുന്ന കാര്യമാണ്. അതെ, വെനം എന്ന സിംബിയോട്ട് സ്പൈഡർമാനെ റിവൈവ് ചെയ്യും, അല്ലെങ്കിൽ അവനെ മരണത്തിൽ നിന്ന് പുനർജീവിപ്പിക്കും. വെനം എന്ന സിംബിയോട്ട് റിവൈവ് ചെയ്ത് വെനവുമായിട്ട് ബോണ്ടായ സ്പൈഡർമാൻ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിലോ അവഞ്ചേഴ്സ് സീക്രട്ട് വാർസിലോ ആകാം റിട്ടേൺ ചെയ്യാൻ പോകുന്നത്. അതും സ്പൈഡർമാന്റെ ബ്ലാക്ക് സിംബിയോട്ട് സ്യൂട്ടില്.